ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ മലയാലപ്പുഴ ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ സവിശേഷമായ ഒരു ആരാധനാ കേന്ദ്രമാണ് അക്കരെ അപ്പൂപ്പൻകാവ് അഥവാ അപ്പൂപ്പൻകാവ്. മലയാലപ്പുഴ അമ്മയുടെ കാവൽക്കാരനായും ഭക്തരുടെ ആശ്രയമായും ഈ അപ്പൂപ്പൻ ദൈവത്തെ വിശ്വാസികൾ ആരാധിച്ചു പോകുന്നു. മലയാലപ്പുഴ അമ്മയുടെ ക്ഷേത്രത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ കാവിലെ പ്രധാന പ്രതിഷ്ഠ അപ്പൂപ്പൻ അല്ലെങ്കിൽ മൂർത്തി ആണ്. മലയാലപ്പുഴ ദേവിയുടെ കാവൽ ദൈവമായാണ് അപ്പൂപ്പനെ സങ്കല്പിക്കുന്നത്. പണ്ട് കാലത്ത് തോടോ ജലാശയമോ കടന്നു വേണമായിരുന്നു ഇവിടേക്ക് പോകാൻ എന്ന സങ്കല്പത്തിൽ നിന്നോ അല്ലെങ്കിൽ പ്രധാന ക്ഷേത്രത്തിന് തൊട്ടപ്പുറത്ത് അക്കരെ സ്ഥിതി ചെയ്യുന്ന കൊണ്ടോ ആണിതിനെ അക്കരെ അപ്പൂപ്പൻ കാവ് എന്ന് വിളിക്കുന്നത്. കേരളത്തിലെ പരമ്പരാഗത കാവുകളുടേതുപോലെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുള്ള ദ്രാവിഡ പൂജാരീതികളും ആചാരങ്ങളുമാണ് ഇവിടെ പിന്തുടരുന്നത്. തങ്ങളുടെ സങ്കടങ്ങളും ആഗ്രഹങ്ങളും അപ്പൂപ്പൻ്റെ നടയിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഉടനടി പരിഹാരമുണ്ടാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. വെറ്റില, പാക്ക്, പുകയില അതായത് മുറുക്കാൻ എന്നിവ അപ്പൂപ്പന് സമർപ്പിക്കുന്നത് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. രോഗബാധകൾ മാറുന്നതിലും ശത്രുദോഷങ്ങൾ അകറ്റുന്നതിലും മൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനും ഭക്തർ ഇവിടെ പ്രത്യേക പൂജകളും വഴിപാടുകളും കഴിക്കാറുണ്ട്. പ്രധാന ദേവീക്ഷേത്രത്തിലെ വലിയ തിരക്കുകളിൽ നിന്നും മാറി വലിയ മരങ്ങളും കാവുകളും നിറഞ്ഞ വളരെ ശാന്തവും ദിവ്യവുമായ ഒരു അന്തരീക്ഷമാണ് അപ്പൂപ്പൻകാവിലുള്ളത്. മലയാലപ്പുഴ അമ്മയെ തൊഴാൻ എത്തുന്ന ഭക്തർ ഒട്ടുമിക്കവരും അപ്പൂപ്പൻകാവിലും ദർശനം നടത്തി മാത്രമാണ് മടങ്ങാറുള്ളത്. മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിന് അക്കരെ ഏകദേശം 1/2 കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ അപ്പൂപ്പൻകാവ് സ്ഥിതി ചെയ്യുന്നത്. ഈ അപ്പൂപ്പൻകാവിനെ ശ്രീകണ്ഠേശ്വരി മൂർത്തിക്കാവെന്നും അറിയപ്പെടുന്നു. വളരെ സവിശേഷതകളും ഐതിഹ്യവുമുള്ള ഒരു പുണ്യസ്ഥലമാണ്. പ്രധാന ക്ഷേത്രത്തിലെ മലയാലപ്പുഴ അമ്മയുടെ പ്രതിഷ്ഠയുമായി ഈ കാവിന് നേരിട്ട് ബന്ധമുണ്ട്. പണ്ട് ഉത്തര തിരുവിതാംകൂറിൽ നിന്നും മൂകാംബികയിൽ പോയി ഭജനമിരുന്ന് ദേവീ ചൈതന്യം മലയാലപ്പുഴയിൽ കൊണ്ടുവന്നത് 2 നമ്പൂതിരി ശ്രേഷ്ഠന്മാരാണെന്നാണ് ഐതിഹ്യം. അവരിൽ ഒരാളായ യോഗീശ്വരനെയാണ് ഇവിടെ അപ്പൂപ്പനായി ആരാധിക്കുന്നത്. മലയാലപ്പുഴ അമ്മയെ ദർശിക്കുന്നതിന് മുൻപായി ഭക്തർ ഈ അപ്പൂപ്പൻകാവിൽ വന്ന് ദർശനം നടത്തണമെന്നാണ് ആചാരം. അങ്ങനെ ചെയ്താൽ മാത്രമേ ദേവി പ്രസന്നയാവുകയുള്ളൂ എന്നും ഭക്തരുടെ പ്രാർത്ഥനകൾ പൂർണ്ണ ഫലപ്രാപ്തിയിൽ എത്തുകയുള്ളൂ എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കണ്ണീർ, നാവീറ്, ശത്രുദോഷങ്ങൾ, മറ്റ് ദോഷങ്ങൾ എന്നിവ മാറാൻ ഈ മൂർത്തിക്കാവിലെ പ്രാർത്ഥനകൾ വളരെ ശക്തമാണെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നു. മലയാലപ്പുഴ അപ്പൂപ്പൻകാവിനെ കുറിച്ച് അറിയാത്തവർ ഉണ്ടെങ്കിൽ മലയാലപ്പുഴ അമ്പലത്തിൽ പോകുന്നതിന് മുന്നായിട്ട് അപ്പൂപ്പൻകാവിൽ പോയി ദർശനം നടത്താൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.